ഹേ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ കേട്ടുവരുന്ന ഒരു വാർത്തയാണ് നമ്മുടെ വയനാട്ടിൽ നടന്ന ദുരന്തം. ഈ ഒരു ദുരന്തത്തിൽ ഒരുപാട് മനുഷ്യർ പെട്ടുപോയിട്ടുണ്ട്. ദൈവം മനുഷ്യരോട് പറഞ്ഞിട്ടുണ്ട്, ജീവിതം ഒരു പാഠപുസ്തകമാണ്. നമുക്ക് മുന്നേ വരുന്ന ഓരോ പ്രശ്നങ്ങളും ഓരോ പാഠങ്ങളാണ്. ദൈവം പറഞ്ഞതൊക്കെ വലിയ സത്യമാണ്. പക്ഷേ ജീവിതത്തിൽ ഒറ്റപ്പെട്ടവരുടെ മുന്നോട്ടുള്ള ജീവിതം അതെങ്ങനെയാണെന്ന് പറഞ്ഞു തന്നില്ല. ദൈവത്തിന് തെറ്റുപറ്റിപ്പോയി. ദൈവം എപ്പോഴും പറയും, എന്നിൽ നീ വിശ്വസിച്ചാൽ നിന്നിൽ ഞാൻ പ്രകാശം പരത്തുമെന്ന്. ഇത്രയും കാലവും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത്. ഒരു രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവരൊരിക്കലും വിചാരിക്കുന്നില്ല ഇനി അവർക്ക് അവരുടെ നാട് പോലും കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നു. ആരുമില്ലാതെ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ. ചെറുപ്പം മുതൽ കണ്ടുവരുന്ന നാട്, മനുഷ്യർ ആരുമില്ല. എല്ലാം ഒരു ഓർമ്മ മാത്രമായി മാറി. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടാവും. അതിൽ ഒന്നാമത്തത് നമ്മളെ വേണ്ടപ്പെട്ടവരുടെ സാന്നിധ്യമാണ്. അണഞ്ഞു പോയതിന് ശേഷമേ കൂടെ ഉണ്ടായിരുന്നത് വെളിച്ചമായിരുന്നു എന്നറിയുള്ളൂ എന്നുള്ള ഒരു ചൊല്ലുണ്ട്. എന്നാൽ ഇന്ന് മരിച്ച ശരീരമെങ്കിലും തിരിച്ചു കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവസാനമായിട്ട് സ്വന്തം വീട്ടുകാരെയും നാട്ടുകാരെയും ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന പലരും ഇന്നിവിടെ ഉണ്ട്. ഈ ദുരന്തത്തിൽ പെട്ടുപോയവരുടെ അതിജീവനത്തിന് നമ്മൾ ഒരു കാരണക്കാരാണ് എന്നുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിലേക്ക് അത്രക്കും ആഴത്തിൽ കയറി ചെല്ലുന്ന ഒരു സംഭവമാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ അവരെ സഹായിക്കുക. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മളെ അടുത്ത് പൈസ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ അവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഉള്ളുരുകി പ്രാർത്ഥിക്കുക. അവരുടെ ഓരോ മനസ്സും തകർന്നിരിക്കുകയാണ്. നമുക്ക് കഴിയുന്നത് അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് ഒരു കണ്ടൻ്റാക്കി ഇടണമെന്ന് വിചാരിച്ച് ഇടുന്നതല്ല. അവരുടെ അവസ്ഥ കണ്ട് എല്ലാവരും കരയുന്നത് കണ്ടിട്ട് അവർക്കും വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ്. എന്തായാലും അവരുടെ ജീവിതത്തിലേക്ക് അവർ വൈകാതെ തന്നെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം.